ഹലോ ഫ്രണ്ട്സ്, ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് എന്ന ചാനലിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വളരെ സുപരിചിതമായിട്ടുള്ളൊരു ടേമാണ് കാപ്പി. അത് KAAPPI സ്പെല്ലിംഗ് ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് COFFE, കോഫി, വളരെ കോമൺ ടേം. ഈ ലോട്ടറി ടിക്കറ്റ് നമുക്കറിയാം, കേരള സ്റ്റേറ്റ് ലോട്ടറി എല്ലാ സ്ഥലത്തും മുക്കിലും മൂലയിലൊക്കെ കിട്ടുന്ന സാധനമാണ്. എന്ന് പറഞ്ഞ പോലെ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, അവിടെയൊക്കെ കൂടുതലും കേൾക്കുന്ന ശബ്ദം കാപ്പി അല്ലെങ്കിൽ ചായ എന്നാണ്. ഏത് സമയവും, രാത്രിയായാലും പകലായാലും എപ്പോഴായാലും അത് കേട്ടുകൊണ്ടേയിരിക്കും. ഇനി ഭൂരിപക്ഷം ആൾക്കാർക്കും ചായയാണോ കാപ്പിയാണോ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടൊരു മറുപടിയില്ല. അത് മാത്രമല്ല, ഓരോ ഏരിയ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ചില സ്ഥലങ്ങളിൽ ചായയാണ് കൂടുതൽ താല്പര്യപ്പെടുക, ചില സ്ഥലങ്ങളിൽ കാപ്പിയാണ് കൂടുതൽ താല്പര്യപ്പെടുക. അല്ലാണ്ട് നമുക്കിത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, ഇന്ന സാധനം എന്ന് പറയാൻ പറ്റില്ല. ഇനി അടുത്തതിലേക്ക് നമ്മൾ പോകുമ്പോൾ, എന്താണ് കാപ്പി? കാപ്പി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ചെടിയാണ്, കാപ്പിച്ചെടി. കാപ്പിച്ചെടിയുടെ ശാസ്ത്രീയ നാമം കോഫിയ അരാബിക്ക, അറേബ്യ അതിനാട്ടം കോഫിയ അരാബിക്ക. അതാണ് കൂടുതലും കാപ്പി പൗഡറൊക്കെ ആയിട്ട് വരുന്നത്. 60 to 80% ആ പ്ലാന്റിൽ നിന്നാണ് എടുക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്ലാന്റും കൂടിയുണ്ട്, കോഫിയ കാനിഫോറ. അത് 20 തൊട്ട് 40% വരെ അതിന് എടുക്കാറുണ്ട്. ഈ കാപ്പിച്ചെടിയുടെ കുടുംബ പേര്, ഫാമിലി നെയിം, റൂബിയേസി എന്നാണ്. നമ്മൾ അത്ര പേരൊന്നും കേട്ട് പരിചയം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ ചാനൽ ഉദ്ദേശം ജനങ്ങളെ ഇതൊക്കെ ഒന്ന് അറിയിക്കുക. റൂബിയേസി. ഈ മലേറിയ ഡിസീസ്, മലമ്പനി, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ഡിസീസാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ക്യുനൈൻ ഡ്രഗ്സ് വെച്ചിട്ടാണ് ചെയ്യുക. അതിപ്പോൾ എന്തിനാ ഇവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്യുനൈൻ ഡ്രഗ്സ് ഒരു ചെടി നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്യുക. സിങ്കോണ എന്നാണ് ആ ചെടിയുടെ പേര്. ആ ക്യുനൈൻ എക്സ്ട്രാക്ട് ചെയ്യുന്ന സിങ്കോണ ബാർക്ക് നിന്നാണ് മെയിനായിട്ട് എടുക്കുക. അത് ഇപ്പോൾ പല ഭാഗത്തും എടുക്കുന്നുണ്ട്. ഈ സിങ്കോണ ചെടി ഈ കാപ്പിയുടെ കുടുംബത്തിൽ തന്നെയാണ്, റൂബിയേസി കുടുംബത്തിൽ തന്നെയാണ് മലേറിയ ട്രീറ്റ് ചെയ്യുന്ന, ക്യുനൈൻ എക്സ്ട്രാക്ട് ചെയ്യുന്ന സിങ്കോണ ചെടിയും ഉള്ളത്. നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് പറഞ്ഞാൽ ചെയ്യാം. സിങ്കോണ ഞാൻ ഷോർട്ട്സ് ഇട്ടുണ്ടായിരുന്നു സിങ്കോണനെ കുറിച്ച്, മലേറിയനെ കുറിച്ച്. ഇനി കാപ്പിച്ചെടിയുടെ ഏതാണ് യൂസ്ഫുൾ പാർട്ട്? കാപ്പിച്ചെടിയുടെ സീഡാണ്. സീഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനെ ബീൻ എന്നും പറയും. അതാണ് അതിൻ്റെ യൂസ്ഫുൾ പാർട്ട്. ഈ കാപ്പിച്ചെടികൾ കൂടുതലും വളരുക ആഫ്രിക്ക, ഏഷ്യ, ഇവിടേക്കാണ് കൂടുതലും കാണുക. അതായത് ട്രോപ്പിക്കൽ ഏരിയയിലാണ് അത് കൂടുതലും കാണുക, സബ് ട്രോപ്പിക്കൽ ഏരിയയിൽ കുറവാണ്. ഇനി കാപ്പി കുരു വറുത്ത് പൊടിച്ചാണ് ഉപയോഗിക്കുക. ഈ കാപ്പി പൊടിയിൽ കാണുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? അതിൽ ഏറ്റവും നമ്മൾ കേട്ടുപരിചയുള്ള കെമിക്കലാണ് കഫീൻ, അതുപോലെ ടാനിൻ, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഓയിൽസ്, ഇതൊക്കെ അതിൽ കാണും. കഫീൻ ചായയിലുണ്ട്, കൊക്കോയിലുണ്ട് കഫീൻ. ഇനി കോഫി കുടിക്കുന്നത് നല്ലതാണോ പൊട്ടയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സ്ഥിരമായിട്ടുള്ള ആ ഫ്രേസ് അധികമായാൽ അമൃതും വിഷം. ചെറിയ എമൗണ്ടിൽ കാപ്പിയൊക്കെ അത്ര പൊട്ടയല്ല എന്നാണ് പറയണത്. പക്ഷെ അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഇതിന് ഹാർട്ടുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ഉള്ളവർ കാപ്പി അവോയ്ഡ് ചെയ്യാണ് നല്ലതെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇത് കിഡ്നിക്ക് ലോഡ് കൂട്ടും എന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് അത്രക്കാർ കാപ്പി അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി കാപ്പിയുടെ സ്മെല്ല്, അതിന് പറയും അരോമ. അതാണ് അതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് പാർട്ട്. ഇപ്പോൾ കാപ്പി പൊടി കൊണ്ടുള്ള മുട്ടായികളും ആ സ്മെല്ലുള്ള മുട്ടായികളൊക്കെ ഉണ്ട്. കാപ്പി ചെടിക്ക് വളരാൻ എന്തൊക്കെയാണ് വേണ്ടത്? ചൂട് വേണം, ഹ്യൂമിഡിറ്റി വേണം, നല്ല മഴ വേണം. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 ഡിഗ്രി സെൻറ്റിഗ്രേഡ് തൊട്ട് 28 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ വേണം. കാപ്പിയും ഒരു ബിവറേജ് ആണ്, ചായ പോലെ. ഇനി കാപ്പിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കാപ്പിപ്പൊടിയുമായി ബന്ധപ്പെട്ട വല്ല സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ടോ? ഉണ്ട്. ഈ കാപ്പിപ്പൊടി അല്ലെങ്കിൽ കാപ്പി ഇൻഡസ്ട്രി, അതുമായി ബന്ധപ്പെട്ട ഒരു സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനമാണ് കോഫി ബോർഡ് ഓഫ് ഇന്ത്യ. അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരാണ്. അത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയിലാണ് വരുന്നത്, അതിൻ്റെ കീഴിലാണ്. കോഫി ബോർഡ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷനാണ്.
അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അണ്ടർ സെക്ഷൻ 4 ഓഫ് ദ കോഫി ആക്ട് 1942. പലപ്പോഴും ചെറിയ രീതിയിൽ അമെൻമെന്റ്സ് വരും. ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ആക്ട് 1942. ഒരു കാര്യം ഓർക്കുക, കാപ്പി ആയാലും ചായ ആയാലും അധികമായാൽ അമൃതും വിഷം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ഓൾ അടിക്കുക. ടൈം ബീയിങ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു എപ്പിസോഡുമായി പിന്നീട് കാണാം. താങ്ക് യു. വി ക്യാൻ മീറ്റ് ലേറ്റർ. ടേക്ക് കെയർ.